ഇപ്പം ബീഹാറിൻ്റെ ഒരു സ്പെസിഫിക് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ 2010 നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ഏതാണ്ട് 7% പോളിംഗിൽ വർധനവുണ്ടായിരുന്നു. അന്ന് നിതീഷ് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുകയാണ് ഉണ്ടായത്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ മധ്യപ്രദേശിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2%-ലധികം പോളിംഗ് വർധനവുണ്ടായിരുന്നു. അന്ന് നിലവിലെ സർക്കാർ, അതായത് BJP സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൂടാതെ ഗുജറാത്തിൽ 2012 15% പോളിംഗ് വർധനവാണ് ഉണ്ടായിരുന്നത്. റെക്കോർഡ് ടേൺ ഔട്ട് ആയിരുന്നു. അന്ന് നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി എന്നുള്ളതാണ്. പിന്നെ ഒഡീഷയിൽ ഒരു കേസ് കൂടിയുണ്ട്. 2014 ഏതാണ്ട് 8%-ലധികം ഒരു പോളിംഗിൽ വർധനവുണ്ടായിരുന്നു ഒഡീഷയിൽ. പക്ഷേ അന്ന് BJD സർക്കാർ, നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള BJD സർക്കാർ വീണ്ടും വളരെ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി എന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ആൻറ്റി ഇൻകംബൻസി എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെവി വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2012 UPയിൽ നടന്നത്. അന്ന് മായാവതിക്കെതിരെ BSP സർക്കാരിനെതിരെ ജനവികാരം വളരെ ശക്തമായിരുന്നു. 13% പോളിംഗ് വർധനവാണ് അന്നുണ്ടായത്. അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്.